السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ളവരെ, വണ്ടൂർ ജാമിഅ വഹബിയ്യയുടെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്നു വരുന്ന 60 ഓൺലൈൻ പ്രഭാഷണങ്ങളിലെ 31ാമത് പ്രഭാഷണത്തിലാണ് നാം ഇപ്പോഴുള്ളത്. പ്രഭാഷണ പരമ്പരയിലെ ഇസ്ലാം വിശുദ്ധ സംസ്കാരം എന്ന സെഷനിൽ ഭക്ഷണ വിചാരങ്ങൾ എന്ന ഭാഗം നാം കേട്ടുകഴിഞ്ഞു. ഇനി പങ്കുവെക്കലാണ് ഇസ്ലാം എന്ന വിഷയത്തിൽ അല്പകാര്യങ്ങൾ സംസാരിക്കാം. റബ്ബ് തആല തുണക്കട്ടെ. ഉടമയായ റബ്ബ് തൻ്റെ അടിമക്ക് നൽകുന്ന ഏത് വിഭവങ്ങളും തനിക്ക് മാത്രം ഉപയോഗിക്കാനും അനുഭവിക്കാനും ഉള്ളതല്ല. അതിൽ മറ്റുള്ളവർക്ക് കൂടി പങ്കുണ്ടെന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ഒരു വ്യക്തിയുടെ ആരോഗ്യം, ആയുസ്, കായികക്ഷമത, സിദ്ധികൾ, വിജ്ഞാനം, ധനം തുടങ്ങി ലഭ്യമായ അനുഗ്രഹങ്ങളെല്ലാം ഇതരർക്കും ആവശ്യമനുസരിച്ച് പങ്കുവെക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഇത്തരം പങ്കുവെക്കലുകളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും വലിയ പ്രതിഫലം വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. പല പങ്കുവെക്കലുകളും വ്യക്തിപരമായി നിർബന്ധ ബാധ്യതയുള്ളതും മറ്റു ചിലത് സാമൂഹിക ബാധ്യതയിൽ വരുന്നത്, പലതും ഐച്ഛികമായി പ്രതിഫലാർഹമായ കാര്യങ്ങളുമാണ്. മാതാപിതാക്കൾ, മക്കൾ, ഗുരുനാഥന്മാർ, ശിഷ്യർ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, സഹപാഠികൾ, സഹപ്രവർത്തകർ, ഇണതുണകൾ, സഹയാത്രികർ തുടങ്ങിയ ബന്ധങ്ങളിലെല്ലാം ബഹുമാനം, സ്നേഹം, കാരുണ്യം, വാത്സല്യം, സഹായം തുടങ്ങിയ പലതരം പങ്കുവെക്കലുകളുണ്ടല്ലോ. ഇവയിൽ ഓരോന്നിനെയും ഇസ്ലാം പ്രത്യേകം പരാമർശിക്കുകയും അതിൻ്റെ പവിത്രതയും പ്രതിഫലവും വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. സാധാരണയിൽ പ്രാധാന്യത്തോടെ കാണപ്പെടുന്ന പങ്കുവെക്കലുകൾക്ക് പുറമെ നിസ്സാരമായി മനസ്സിലാക്കപ്പെടുന്ന പലതും ഇസ്ലാം പ്രാധാന്യത്തോടെ കാണുന്നുണ്ട്. പുഞ്ചിരിക്കുക, പ്രസന്നമായ മുഖത്തോടെ അഭിമുഖീകരിക്കുക, അനാഥയെ തലോടുക തുടങ്ങിയതെല്ലാം ഇത്തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടുമുട്ടുമ്പോൾ സലാം പറയുക, മടക്കുക, തുമ്മിയവൻ നാഥനെ സ്തുതിച്ചാൽ പ്രാർത്ഥന കൊണ്ട് സന്തോഷിപ്പിക്കുക, ഉപദേശം ആവശ്യമുള്ളവന് ഉപദേശം നൽകുക, ക്ഷണം സ്വീകരിക്കുക, രോഗിയെ സന്ദർശിക്കുക, മയ്യത്ത് പരിപാലനം നടത്തുക എന്നീ കാര്യങ്ങൾ മുസ്ലിംകൾക്കിടയിലെ പ്രധാന കടമകളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സദസ്സു വിശാലത ചെയ്യൽ, ആഘോഷവേളകളിൽ ആശംസകൾ നേരൽ, സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരൽ എന്നിങ്ങനെ സകല നന്മകളെയും പരിശുദ്ധ ദീൻ ഉൾക്കൊള്ളുന്നുണ്ട്. ഇസ്ലാമിലെ മിക്ക ആരാധനകളിലും പങ്കുവെക്കൽ നമുക്ക് കാണാനാകും. ധരിച്ചു നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തിന്റെ ശ്രേഷ്ഠത പങ്കുചേരുമ്പോൾ ലഭിക്കുന്നതാണ്. സക്കാത്ത്, ഉദ്ഹിയ്യത്ത്, അഖീഖ പോലുള്ളതിനെല്ലാം പങ്കുവെക്കലാണുള്ളത്. ജുമുഅ ഖുതുബയിൽ മുഅ്മിനുകൾക്ക് പ്രാർത്ഥിക്കൽ ഖുതുബയുടെ നിർബന്ധ ഘടകമാണ്. നോമ്പുകാരെ തുറപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും പ്രത്യേക സുന്നത്താണ്. ഹജ്ജ് വേളയിലെ പ്രാർത്ഥനകളിൽ മറ്റുള്ളവരെ പരിഗണിക്കുന്നത് ധാരാളമായി കാണാനാവും. പുണ്യസ്ഥലങ്ങളിലും സമയങ്ങളിലും പ്രധാന കർമ്മങ്ങളുടെ അനുബന്ധമായും സദഖ നൽകൽ പ്രത്യേകം സുന്നത്താണ്. ആവശ്യക്കാർക്ക് ആവശ്യമുള്ളത് നൽകുക എന്ന സദഖയുടെ നിർവചനത്തിൽ മുസ്ലിം, അമുസ്ലിം, മനുഷ്യൻ, ഇതര ജീവികൾ എന്നിങ്ങനെയുള്ള വിവേചനമില്ലെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമല്ലോ. സാധാരണമായി മനസ്സിലാക്കാവുന്ന പരിഗണനകൾ വരുമെങ്കിലും മുസ്ലിമിന്റെ ചേർത്തുപിടിക്കലിലും പങ്കുവെക്കലുകളിലും അവനോട് സഹവസിക്കുന്നവരാരും പുറത്തു പോകുന്നില്ല. ഇസ്ലാമിന്റെ ഈ അധ്യാപനങ്ങളുടെ ഫലമാണ് മുസ്ലിം സമൂഹം ജീവിക്കുന്നിടങ്ങളിലെല്ലാം ഭക്ഷണ കാര്യത്തിൽ ഇതരരെ പരിഗണിക്കുന്നത്. വ്യക്തിപരമോ സാമൂഹികവുമായ സന്തോഷങ്ങളിലും ആഘോഷങ്ങളിലും ഭക്ഷണ വിതരണത്തിന് പ്രത്യേകം താല്പര്യം കാണിക്കുന്നത്. ഇതുപോലെ ആതുര സേവനത്തിനും അവശത അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതിനും ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളും സംഘടനകളും നമ്മൾ കാണുന്നു. മനുഷ്യനെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന പരമപ്രധാനമായ വിജ്ഞാനത്തിന്റെ പ്രസരണത്തിനും അതിൻ്റെ സേവനങ്ങൾക്കുമായി ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നു, വിവിധ രീതിയിലുള്ള സഹായങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഇത്തരം ചേർത്ത് പിടിക്കലിന്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന
ആയത്തുകളും ഹദീസുകളും നിരവധിയുണ്ട്. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഏതൊരു വ്യക്തിയും തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അദ്ദേഹം അള്ളാഹുവിൻ്റെ സഹായത്തിലായിരിക്കും. അതുപോലെ മൻ നഫ്ഫസ അൻ മുസ്ലിമിൻ ഖുർബത്തൻ മിൻ ഖുറബി ദുനിയ നഫ്ഫസല്ലാഹു അൻഹു ഖുർബത്തൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഏതൊരു മുസ്ലിമിൻ്റെയും ദുനിയാവിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒരു പ്രയാസം നീക്കിക്കൊടുത്താൽ അത് കാരണമായി ആ വ്യക്തിയുടെ പരലോകത്തെ പ്രയാസങ്ങൾ അള്ളാഹു തആല നീക്കിക്കൊടുക്കും. അതുപോലെ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാഇ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ അത്യുന്നതനായ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും എന്നീ ഹദീസുകളെല്ലാം ചേർത്തുപിടിക്കലുകളിലേക്കും പങ്കുവെക്കലുകളിലേക്കും വിളിച്ചും വീശുന്നുണ്ട്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യാത്രക്കിടയിൽ 2 വടികൾ പിഴുതെടുത്ത് കൊണ്ടുവരികയും അവയിൽ വളവുള്ളത് കയ്യിൽ വെച്ച് വളവില്ലാത്ത ഒരു സഹയാത്രികന് നൽകുകയും ചെയ്യുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞത് പ്രകാരമായിരുന്നു: ഇന്ന കുല്ല സാഹിബൻ യസ്ഹബു സാഹിബൻ മസ്കൂലൻ അൻ സഹാബത്തിഹി. ഒരാളോട് സഹവസിക്കുന്ന ഏതൊരു വ്യക്തിയും ആ സഹവാസത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. യുദ്ധത്തിൽ ഓരോ സത്യവിശ്വാസിയോടും താൻ ജീവിക്കുന്ന സമൂഹത്തിൽ തന്നോട് സഹവസിക്കുന്നവർക്കെല്ലാം കരുണ ചെയ്യാനും സ്നേഹത്തോടെ വർത്തിക്കാനുമാണ് പരിശുദ്ധ ദീനിന്റെ നിർദ്ദേശം. അതുകൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിം സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവനും അതിന് സഹായിക്കുന്നവനും അതിന് പ്രോത്സാഹിപ്പിക്കുന്നവനുമാവുകയില്ല. കലുഷിത ലോകത്ത് ഏതുതരം ആരോപണങ്ങൾ വന്നാലും തൻ്റെ ധർമ്മം തിരിച്ചറിഞ്ഞ് ദീനിന്റെ വിശുദ്ധ സംസ്കാരം ഉയർത്തിപ്പിടിച്ച് ജീവിക്കലാണ് ഒരു മുസ്ലിമിന്റെ ബാധ്യത. ഇത്തരം ബാധ്യതകൾ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ അള്ളാഹു നമ്മേവരെയും തുണക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.